ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ടോവിനോയുടെ ഡ്രോയിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന പെൻസിൽ ആർട്ട് ലൈനിൻ്റെ 6B പെൻസിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിന്ന് മുടിയുടെ ഭാഗങ്ങളൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പം 6B പെൻസിൽ അത്യാവശ്യം ഡാർക്ക്നെസ് ഉള്ള പെൻസിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ പെൻസിൽ മാത്രം ഉപയോഗിച്ച് തന്നെ വരയ്ക്കാനൊക്കെ പറ്റും. വേറെ പെൻസിൽ മാറ്റി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുപോലെ ഈ പേപ്പറിൽ ലൈൻസ് എങ്ങനെ ഇടുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള ഐഡിയ ഒക്കെ കിട്ടും. അതായത് ഞാനിപ്പോൾ ഈ പേപ്പറിൻ്റെ ഫുള്ളായിട്ട് വരച്ചിട്ടില്ല, ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ടേ ഞാൻ വരച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പേപ്പറിൽ ഫുള്ളായിട്ട് വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് A3 സൈസ് പേപ്പറിൻ്റെ അകത്ത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും A4 സൈസ് പേപ്പറിൻ്റെ അകത്ത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെയിം ആയിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അതിനെപ്പറ്റി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയാത്തത്. നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പറയേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ കണ്ടുപോയാൽ മതി. പിന്നെ നിങ്ങൾ വരച്ച് നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വരച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ ഓരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാർട്ടും ഒത്തിരി ലെങ്ത് ഇല്ല, ചെറിയ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്ത് പോകാനുള്ള സമയം കിട്ടും, പഠിച്ച് പോകാനുള്ള സമയമൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുന്നവരൊക്കെ ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. അടുത്ത പാർട്ടോടെ നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇല്ലെങ്കിൽ ഒരു പാർട്ടോടെ ഉണ്ടാവും. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളതൊക്കെ ഒന്ന് വരച്ച് നോക്കുക. പിന്നെ കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ട്യൂട്ടോറിയൽ വഴി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ഗ്രിഡ് ഡ്രോയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഗ്രിഡ് ഡ്രോയിങ് തന്നെ ആയിരിക്കും. പിന്നെ പെൻസിൽ ഡ്രോയിങ് ബിഗിനേഴ്സിനുള്ള ക്ലാസ്സായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ക്ലാസ്സായിട്ട് വലുതായിട്ടൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നും എങ്ങനെയാണ് വരച്ച് തുടങ്ങേണ്ടതെന്നും എങ്ങനെയാണ് ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കണമെന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അത് പറയുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ബേസിക് കിട്ടും ഡ്രോയിങ്ങിൽ. പിന്നെ ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കാതെ ഇപ്പോൾ ഓരോന്നും ഐ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്, ലിപ്സ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്, നോസ് എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും ഞാൻ ഓരോന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് വരച്ച് തുടങ്ങേണ്ടതെന്നും ഈസി ആയിട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ ഉള്ള ഐഡിയ കിട്ടും. അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ് ക്ലാസ് ബിഗിനേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫേസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഓരോ പാർട്ടായിട്ട് നിങ്ങൾ വരച്ചിട്ട് പിന്നെ ഫേസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഫേസ് വരയ്ക്കാമെന്നൊക്കെ നോക്കുക. അതിനുശേഷം നിങ്ങൾ ഗ്രിഡിലൊക്കെ ഇട്ട് വരച്ച് നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഓരോ പാർട്ടായിട്ട് ചെയ്ത് പഠിച്ചിട്ട് ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കാൻ നോക്കിയാൽ മതി. അങ്ങനെ ബിഗിനേഴ്സാണ് അതായിരിക്കും എളുപ്പം കുറച്ചുകൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ മനസ്സിൽ നമുക്ക് കുറച്ച് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കേസൊക്കെ ഉള്ളത്, വലിയ സംഭവമൊന്നുമില്ല. അപ്പം നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളതൊക്കെ ഒന്ന് വരച്ച് നോക്കുക. ഓരോ പാർട്ടും കണ്ടിട്ട് ചെയ്ത് നോക്കുക.